ഹലോ, ഞാൻ റിജൂസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ സീസിറ്റി മാനുവൽ 2024 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. ഫസ്റ്റ് തന്നെ പറയുന്നത് ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം, സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്ലാസ് എടുത്തത് എന്താ പറയാ, ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് അബൌട്ട് ബുദ്ധ, ഡിക്ലൈൻ ഓഫ് ബുദ്ധിസം, ബുദ്ധ ഇൻ ഹിന്ദുയിസം, ഡോക്ട്രിൻസ് ഓഫ് ബുദ്ധിസം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടോപ്പിക്കാണ്. അതുപോലെ തന്നെ ബുദ്ധിസ്റ്റ് കൗൺസിൽസും കൂടി നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം ഡോക്ട്രീൻസ് ഓഫ് ബുദ്ധിസം എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ സ്പെഷ്യൽ ക്ലാസ്സസ് എടുക്കാമെന്ന് വിചാരിച്ചെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയില്ല, തിരക്കുകളായതുകൊണ്ട്. പിന്നെ കുറേ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്ത് സോങ്സ് ഒക്കെ മിക്സ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നു പറഞ്ഞിരുന്നു യൂട്യൂബിൽ. അതും കാര്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ സാധാരണ ദ പേഴ്സൺ സീസിറ്റി മാനുവൽ 2024 വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. എക്സ്ട്രാ ചെയ്യാം എന്ന് നമ്മൾ ആഗ്രഹിച്ച വീഡിയോസും ചെയ്യാൻ സാധിച്ചിട്ടില്ല. എത്രയും പെട്ടെന്ന് നമ്മൾ ദ പേഴ്സൺ സീസിറ്റി മാനുവൽ 2024 സ്പെഷ്യൽ ക്ലാസ്സസിൽ ബുദ്ധിസം, ആസ്പെക്ട്സ് ഓഫ് ധർമ്മ, ഡോക്ട്രിയൻസ് ഓഫ് ബുദ്ധിസം എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ സ്പെഷ്യൽ ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ട് 2 വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യാനാണ് വിചാരിക്കുന്നത്. അരമണിക്കൂറോ അല്ലെങ്കിൽ 3/4 മണിക്കൂറോ 1 മണിക്കൂറൊക്കെ ആയിട്ടുള്ള വീഡിയോ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ വീഡിയോ ഒക്കെ നിങ്ങൾ ദയവേത് വാച്ച് ചെയ്യാം. നമുക്ക് ടൈം അനുസരിച്ച് അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ സോങ്സ് മിക്സ് ചെയ്ത് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് വീഡിയോ എഡിറ്ററൊക്കെ യൂസ് ചെയ്തിട്ടുള്ള വീഡിയോ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതും നമുക്ക് ടൈം അനുസരിച്ച് എന്തായാലും നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. ഭയങ്കര തിരക്കുകളൊക്കെ ഉണ്ടാവണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല യൂട്യൂബിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് ദയവേത് സഹകരിക്കുക. അങ്ങനെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ഒരുപാട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു, സോങ്സ് ഒക്കെ മിക്സ് ചെയ്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നു പറഞ്ഞിരുന്നു. നമ്മളെ എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ആണ് ആ വീഡിയോ ഒക്കെ. അതെല്ലാം കൊണ്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും CCTക്ക്. അപ്പം അതുകൊണ്ടാണ് നമ്മളിത് എടുത്ത് പ്രത്യേക പ്രാധാന്യം എടുത്ത് പറയുന്നത്. നമുക്ക് ശരിക്കും ഒരു വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നത് ഒരു ദിവസം മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയാണ്. കാരണം നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ പരിചയക്കുറവുള്ളതുകൊണ്ട് തന്നെ തെറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ ടൈം എടുക്കുകയാണ്. 1 മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് ഒരുപാട് വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റിയേനെ. പക്ഷേ പരിചയമില്ലാത്തതുകൊണ്ടും എക്സ്പീരിയൻസിൻ്റെ പ്രശ്നം കൊണ്ടൊക്കെ നമുക്ക് 1 മണിക്കൂർ കൊണ്ട് ഒരു വീഡിയോ ചെയ്യേണ്ട അവസ്ഥയൊക്കെയാണ്. എന്തായാലും കുറച്ചുകൂടി സ്പീഡായിട്ട് തന്നെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു, എഡിറ്റിങ്ങും എല്ലാ കാര്യങ്ങളൊക്കെ. എന്തായാലും നമുക്ക് ഈ വീഡിയോയിൽ ക്ലാസ് എടുക്കുന്നത് പറയാം. CCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 1 ഏൻഷ്യൻ്റ് ഹിസ്റ്ററി ആൻഡ് കൾച്ചറിൽ ഏൻഷ്യൻ്റ് ഹിസ്റ്ററി. അതിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ, ഇമ്പോർട്ടൻ്റ് ഫാക്ട്സ് അബൌട്ട് ബുദ്ധ, ഡിക്ലൈൻ ഓഫ് ബുദ്ധിസം, ബുദ്ധ ഇൻ ഹിന്ദുയിസം, ഡോക്ട്രിൻ ഓഫ് ബുദ്ധിസം ഒക്കെയാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ ബുദ്ധിസ്റ്റ് കൗൺസിൽസ് നമ്മളൊന്ന് തുടക്കൂട്ടിരുന്നു. വേറെയും ഒരുപാട് ടോപ്പിക്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് എന്നോണം ബുദ്ധിസ്റ്റ് കൗൺസിൽസ് ആണ് ഈ വീഡിയോ നമ്മൾ തുടങ്ങുന്നത്. ബുദ്ധിസ്റ്റ് കൗൺസിൽസ് നമ്മൾ പറയുന്നത് ബുദ്ധിസ്റ്റ് കൗൺസിൽസ്. Buddhist monks gathered 4 times after the death of Gautama Buddha, and the result of these events had their effect on Buddhism. The following table highlights the outcome of these meetings. Note, there were 2 fourth Buddhist councils held by 2 different sects. Buddhist monks gathered 4 times after the death of Gautama Buddha, and the result of these events had their effect on Buddhism. The following table highlights the outcome of these meetings. Note, there were 2 fourth Buddhist councils held by 2 different sects. Spelling mistake please adjust. അപ്പോൾ ബുദ്ധിസ്റ്റ് കൗൺസിൽസ് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് ടേബിൾ 1.3 ബുദ്ധിസ്റ്റ് കൗൺസിൽസ്. ടേബിൾ 1.3 ബുദ്ധിസ്റ്റ് കൗൺസിൽസ്. ടേബിൾ 1.3 ബുദ്ധിസ്റ്റ് കൗൺസിൽസ്. പ്ലേസ്, ഇയർ, ചെയർമാൻഷിപ്പ്, കിങ്, റിസൾട്ട്സ് ഓഫ് ഈവൻറ്റ്. പ്ലേസ്, ഇയർ, ചെയർമാൻഷിപ്പ്, കിങ്, റിസൾട്ട്സ് ഓഫ് ഈവൻറ്റ്.
1 Rajagriha, Bihar, 483 BC, Mahakasapa, Ajatashatru. At this council, Ubali, one of the chief disciplines, recited the first part of the Tripitaka, the Buddhist sacred text written in Pali language. The first part, which is called Vinaya Pitaka, contains rules of the order. The second part of the Tripitaka, Sutta Pitaka, containing the great collection of Buddha's some sermons on matters of doctrine and ethical beliefs, was read by Ananda. 1 Rajagriha, Bihar, 483 BC, Mahakasapa, Ajatashatru. At this council, Ubali, one of the chief disciples, recited the first part of the Tripitaka, the Buddhist sacred text written in Pali language. The first part, which is called Vinaya Pitaka, contains rules of the order. The second part of the Tripitaka, Sutta Pitaka, contains the great collection of Buddha's sermons on matters of doctrine and ethical beliefs, was read by Ananda. To Vaishali, Bihar. 383 BC, Sabagami Kaloska. To Vaishali, Bihar, 383 BC, Sabagami Kalaswaga. At the second General Council meeting held at Vaishali, a schism resulted ostensibly over small points of monastic discipline, and the followers divided into Stavirmadins or Theravadins and Mahasangigas. At the second General Council meeting held at Vaishali, a schism resulted ostensibly over small points of monastic discipline, and the followers divided into Stavirmadins or Theravadins and Mahasangigas. 3 Padaliputra, 250 BC, Magoliputta Tissa, Ashoka. 3 Padaliputra, 250 BC, Magoliputta Tissa, Ashoka. The third council meeting held at Padaliputra resulted in the expulsion of many heretics and the establishment of the Stavirmada school as orthodox school. Here in this council, the third part of the Tripitaka, the Kada Vadu of Abhidhamma Pitaka, which deals with the psychology and the philosophy of Buddhism, was coded in Pali. The third council meeting held at Padaliputra resulted in the expulsion of many heretics and the establishment of the Savarmada school as orthodox school. Here in this council, the third part of the Tripitaka, the Kadavatu of Abhidhamma Pitaka, which deals with the psychology and the philosophy of Buddhism, was coded in Pali. 4 Tambapani, Sri Lanka. 4 Tambapani, Sri Lanka, 29 BC, Mahinda Vategwani. 4 Tambapani, Sri Lanka, 29 BC, Mahinda
Vattegaveni. Main reason for its uh, convening was the realization that it was now not possible for the majority of works to retain the entire Tripitaka in their memories. The aim was achieved by monarch Maharagihita and 500 other monks. Main reason for its convening was the realization that it was now not possible for the majority of work to retain the entire Tripitaka in their memories. The main sorry, the aim was achieved by Mongo Maharagihita and 500 other monks. Main reason for its convening was the realization that it was now not possible for the majority of works to retain the entire Tripitaka in their memories. The aim was achieved by monk Maharagihita and 500 other monks. Maharagihita and 500 other monks. 5. Kundalavana, Kashmir, AD 72. Vasumitra President, Ashwagosha VP. Kanishka Kushan ruler. 5. Kundalavana, Kashmir, AD 72. Vasumitra President, Ashwagosha VP. Kanishka Kushan ruler. 5. Kundalavana, Kashmir, AD 72. Vasumitra President, Ashwagosha VP. Kanishka Kushan ruler. The development of new ideas resulted in the division of Buddhism into the Mahayana and Hinayana sects. Codification of Sarasvativadin doctrine as Mahavibhasa took place. 5. Kundalavana, Kashmir, AD 72. Vasumitra President, Ashwagosha VP. Kanishka Kushan ruler. The development of new ideas resulted in the division of Buddhism into the Mahayana and Hinayana sects. Codification of Sarvastivadin doctrine as Mahavibhasa took place. Codification of Sarvastivadin doctrine as Mahavibhasa took place. Table 1.3 Buddhist councils ആണ് നമ്മൾ പറഞ്ഞത്. രാജഗൃഹ ബീഹാർ, 2 വൈശാലി ബീഹാർ, 3 പാടലിപുത്ര, 4 തമ്പബാനി ശ്രീലങ്ക, 5 കുണ്ടലവന കാശ്മീർ. ഇനി അടുത്തത് ബുദ്ധിസ്റ്റ് കൗൺസിൽസ് ഇൻ മോഡേൺ ടൈംസ്. Buddhist councils in modern times. After the 4th Buddhist council in Kashmir, the next council was held after a long time in 1871. Burma had become a stronghold of Buddhism, which had continued to grow outside India, though it gradually declined in India, the place of its origin. After the 4th Buddhist council in Kashmir, the next council was held after a long time in 1871. Burma had become a stronghold of Buddhism, which had continued to grow outside in India, though it gradually declined in India, the place of its origin. The 5th Buddhist Council was held at Mundoba town in Burma. A total of 729 stone slabs
engraved with Buddhist teachings were erected on the road leading to the town. The fifth Buddhist council was held at Mundaboa town in Burma. A total of 729 stone slabs engraved with Buddhist teachings were erected on the road leading to the town. The sixth Buddhist council was held in Rangoon, Burma in 1956 to commemorate 2500 years of the Buddhism. The sixth Buddhist council was held in Rangoon, Burma in 1956 to commemorate 2500 years of the Buddhism. ബുദ്ധിസ്റ്റ് കൗൺസിൽസ് ഇൻ മോഡേൺ ടൈംസ് ആണ് നമ്മൾ പറഞ്ഞത്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ടേബിൾ 1.3 ബുദ്ധിസ്റ്റ് കൗൺസിൽസ്. ഇനി നമുക്ക് പറയുന്നത് മഗധ എംപയർ 6th സെഞ്ചുറി ടു 4th സെഞ്ചുറി BC. മഗധ എംപയർ 6th സെഞ്ചുറി ടു 4th സെഞ്ചുറി BC. By the end of the 6th century BC, India's northwest was integrated into the Persian Achaemenid Empire and became one of its satrapies. By the end of the 6th century BC, India's northwest was integrated into the Persian Achaemenid Empire and became one of its satrapies. This integration marked the beginning of administrative contacts between Central Asia and India. Situated in rich alluvial soil and near mineral deposits, especially iron, Magadha was at the center of bustling commerce and trade. ഇനി അടുത്തത് extent of empire. From a small kingdom, it became a major power in North India, embracing the districts of Patna and Gaya in Bihar. Its capital was Pataliputra. From a small kingdom, it became a major power in North India, embracing the districts of Patna and Gaya in Bihar. Its capital was Pataliputra. Features. Due to favorable geographical location and the rich, fertile soil of the lower Ganga region, trade flourished. It had several rivers such as the Ganges, Panpan, Sun and Gandhak that allowed it to expand its trade routes as well as military access to many regions. Uttarabad, the northern route alongside the Ganga up to the foot hills of Himalayan, was thus effectively controlled by the Magadha rulers. Iron deposits in the region proved useful for making better agricultural implements, which enabled peasants to produce a surplus and consequently provide more weapons for the army. Iron deposits in the region proved useful for making better agricultural implements, which enabled peasants to produce a surplus and consequently provide more weapons for the army. Features പറഞ്ഞു കഴിഞ്ഞു. ഈ notable rulers of Magadha. Bimbisara 542 to 493 BC. Bimbisara 542 to 493 BC. Bimbisara 542 to 493 BC was the first important king of Magadha, who converted the Magadha kingdom into an empire.
Bimbisara 542 to 493 BC was the first important king of Magadha who converted the Magadha kingdom into an empire. He conquered Anga, first Bihar, to gain control over trade routes in the Ganges delta. His three wheels are of significance as this matrimonial alliances helped him extend his kingdom's boundaries. He either defeated or into desired treaties from other important rulers of this era. His first wife, Kosala Devi, sister of uh, Prasanajit, ruler of the Kashi kingdom. Second wife, Chellana, daughter of the ruler of the Kedaga kingdom. And third wife, Madraga, daughter of the king of Punjab, allowed him to fetch big dowries in gold and land. With the newly acquired wealth, he built a new capital, Rajagriha, New Patna. Bimbisara 542 to 493 BC was the first important king of Magadha, who converted the Magadha kingdom into an empire. He conquered Anga, first Bihar, to gain control over trade routes in the Ganges delta. His three weaves are significant as this matrimonial alliances helped him extend his kingdom's boundaries. He either defeated or got into decided treaties from other important rulers of this era. His first wife, Kosala Devi, sister of Prasanajit, Prasanajit, ruler of the Kashi kingdom. Second wife, Chellana, daughter of the ruler of the Chetaka kingdom. And third wife, Madraga, daughter of the king of Punjab, allowed him to fetch big dowries in gold and land. With the newly acquired wealth, he built a new capital, Rajagriha, near Patna. അടുത്ത Ajatashatru. Ajatashatru 493 to 461 BC was the son of Bimbisara, who killed his father and became the ruler of Magadha. He annexed Vaishali and Kosala to further increase the boundaries of his kingdom. He died in 461 BC. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് നോട്ടബിൾ റൂളേഴ്സ് ഓഫ് മഗധ, ബിംബിസാര, അജാതശത്രു. ഇനി നമുക്ക് സൈലന്റ് ടോപ്പിക് ഉണ്ട്, നോട്ടബിൾ ഡയനാസ്റ്റീസ് ഇൻ മഗധ എന്ന് പറഞ്ഞിട്ട് അത് നോക്കാം. അതിന് ശേഷം പേർഷ്യൻ ആൻഡ് മാസിഡോണിയൻ ഇൻവേഷൻസ് നോക്കാം. നോട്ടബിൾ ഡയനാസ്റ്റീസ് ഇൻ മഗധ. നോട്ടബിൾ ഡയനാസ്റ്റീസ് ഇൻ മഗധ. എ. Haryanka dynasty. Haryanka dynasty, originally founded in 566 BC by the grandfather of Bimbisara. Haryanka dynasty, originally founded in 566 BC by the grandfather of Bimbisara. The actual foundation of the Magadhan Empire was laid by Bimbisara and Ajatashatru, who annexed neighboring territories and established it as the center of political activity in North India. A Haryanka dynasty, originally founded in 566 BC by the grandfather of Bimbisara. The actual foundation of the Magadhan Empire was laid by Bimbisara and Ajatashatru, who annexed neighboring territories and established
it as the center of political activity in North India. Shishunaga dynasty. Shishunaga dynasty. The Haryanga dynasty was overthrown by Shishunaga and then followed the Shishunaga dynasty in 413 BC, which ruled for about half a century. The kingdoms of Vatsa, Avanti, and Kosala were annexed to Magadha. Uh, Kalashoga 396 to 395 BC was king when the second Buddhist council held. See Nanda dynasty. See Nanda dynasty founded by a um, Mahapadma. Mahapadma. The Nanda dynasty was ruling Magadha when Alexander invaded India. They had a vast and powerful army and were described as the first empire builders of India. All Kshatriyas who were rebels were exterminated. He was followed by 8 more Nanda rulers. Dhananda was the last ruler of this dynasty. However, later on the dynasty was overthrown by Chandragupta Maurya. See Nanda dynasty founded by a Mahapadma. The Nanda dynasty was ruling Magadha when Alexander invaded India. They had a vast and powerful army and were described as the first empire builders of India. All Kshatriyas who were rebels were exterminated. He was followed by 8 more Nanda rulers. Dhananda was the last ruler of this dynasty. However, later on the dynasty was overthrown by Chandragupta Maurya. Notable dynasties in Magadha, Haryanga dynasty, Shishunaga dynasty, Nanda dynasty. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക് നോക്കാം. Persian and Macedonian invasions. Persian and Macedonian invasions. Persian invasion. Persian invasion. The ruling the ruling Achaemenian dynasty of Persia. The ruling Achaemenian dynasty of Persia was constantly starting to expand its borders. The first Achaemenian ruler Cyrus had already captured Babylon, Media, and Assyria, and he made an unsuccessful attempt to invade India too. The ruling Achaemenian dynasty of Persia was constantly striving to expand its borders. The first Achaemenian ruler, Cyrus, had already captured Babylon, Media, and Assyria, and he made an unsuccessful attempt to invade India too. He could capture the Hindu Kush and Gandhara regions, but had incurred a heavy defeat at Gedrosia. He was succeeded by Cambyses, the second ruler of this dynasty, who had little interest in India, and therefore carried on this
Egyptian conquest ignoring India during the time of the third emperor of Persia, Darius 522 to 486 BC. The Magadha Empire has grown bigger after the northwestern Indian kingdoms were merged into it. The regions of Afghanistan, Gandhara and Balochistan, Indus, which now were under the Magadha's rule, were the first to be attacked by the Persian rulers. The small administrators and rulers of these regions were in close contact with the Persian rulers, and they helped Darius to attack these pockets of Magadha Empire. Darius divided the entire empire into 24 provinces, satraps, with the captured Indian regions of Gandhara and thus forming his 24th province. He also recruited many Indian soldiers into his army and gave them high ranks. He was succeeded by his son Xerxes 468 to 465 BC, when came into throne at an age of 80 in 486 BC. He was a great warrior and was helped greatly by his Indian soldiers during his war with the Greeks. However, after him, the Persian Empire disintegrated by the end of 4th century BC, and the Indian province became independent of Persia. But India was then divided into several small kingdoms which were not united. But India was then divided into several small kingdoms which were not united. They had mutual disregard and grudges against each other, and so fought among themselves. The major kingdoms were the Malwas, the Gandharas, Keshudrakas, the kings of Jehulu and Revi, Porus, Takshila, Ambi, and Abhisara. Taxila, Ambi, and Abhisara. The state of India was then a natural target for possible invasions from formidable foreign empires like Macedonia, and after the conquest of Bactria, Alexander invaded India through the Hindu Kush mountains. Macedonia, and after the conquest of Bactria, Alexander invaded India through the Hindu Kush mountains. Persian and Macedonian invasions ആണ് നമ്മൾ പറഞ്ഞത്. Persian invasion ആണ് പറഞ്ഞത്. ഇനി നമുക്ക് Macedonian invasion പറയാനുണ്ട്, അത് നോക്കാം. Macedonian invasion. Although Indian accounts to a large extent ignored Alexander the Great's Indus campaign in 326 BC, Greek writers recorded their impressions of the general conditions prevailing in South Asia during this period. Thus, the year 326 BC provides the first clear and historically verifiable dating Indian history. Macedonian invasions ആണ് നമ്മൾ പറഞ്ഞത്. ഇനി ഒരു മാപ്പാണ്, മാപ്പ് 1.6 ദ പേർഷ്യൻ എംപയർ എന്ന് പറഞ്ഞിട്ട്. നമുക്ക് ഈ മാപ്പ് നോക്കാം. അതിനുശേഷം അലക്സാണ്ടർ ദ ഗ്രേറ്റ് നോക്കാം. നമ്മളൊരു പാന ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്.
Map 1.6 the Persian Empire. Map 1.6 the Persian Empire. Oxus. Oxus, Ammu and Daria. Oxus, Ammu and Daria. Sodia, Baksh, Bacteria, Kundus, 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 Kabul, Kabul, Uranus, Swat, Khyber passes, Atok, Kingdom of Porus, Takshila, Jehulam, Khyber passes, Atok, Kingdom of Ambi, Takshila, Kingdom of Porus, Ghazni, Arachosia, Kandahar, Helmandi, Jehilam, Kingdom of Ammi, Jehilam, Takshila, Jehilam, Bees, Helmandi, Kandahar, Indus, Kenab, Chinab, Bees, Satluj, Indus, Mali, Persian, Prasenai, Ebiras, Gidrosia, Abiras, Mal, Prasiani, Abiras, Gidrosia, that is Thar Desert. കുറച്ചുകൂടി പറയാം. Map 1.6 the Persian Empire. Oxus, Ammu and Daria, Oxus, Ammu and Daria, Sodia, Bark, Bacteria,
ബാൽക്ക് ബാക്ടീരിയ. കുണ്ടസ് കുണ്ടസ് ഹെൽമന്റ് എരക്കോസിയ കാണ്ടഹാർ ഗാസി ക്യാബുൾ എറോമസ് സ്വാട്ട് കൈബിർ പാസസ് അറ്റോക്ക് തക്ഷില കിങ്ഡം ഓഫ് ഫോറസ് കിങ്ഡം ഓഫ് ആംബി ജെറുസലേം ചിനാബ് ബീസ് ചിനാബ് ബീസ് സത്ലജ് മാൾ പ്രസിയാനി ചിനാബ് സത്ലജ് മാൾ പേർഷ്യനി അബിറാസ് താർ ഡെസേർട്ട് ഹെൽമന്റ് അരക്കോസിയ കണ്ടഹാർ ഗസ്നി ക്യാബുൾ ജഡ്രോഷ്യ താർ ഡെസേർട്ട്. ജസ്റ്റ് മാപ്പ് 1.6 ദ പേർഷ്യൻ എംപയർ നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി നമ്മൾ വീഡിയോയില് ജസ്റ്റ് കാണിക്കാണ്. മാപ്പ് 1.6 ദ പേർഷ്യൻ എംപയർ. അതിന് മുന്നത്തെ മാസിഡോണിയൻ ഇൻവേഷൻസ് ഒക്കെ നമുക്ക് മനസ്സിലാന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് നമ്മൾ അലക്സാണ്ടർ ദ ഗ്രേറ്റ് ആണ് പറയുന്നത്. ഇനി അലക്സാണ്ടർ ദ ഗ്രേറ്റ് ആണ് നമുക്ക് പറയാനുള്ളത് അടുത്ത ടോപ്പിക്കായിട്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ക്ലാസ് എടുക്കാം. നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യുന്ന ടോപ്പിക്സ് ആണ് പറയുന്നത്. അലക്സാണ്ടർ ദ ഗ്രേറ്റ്, കോസസ് ഓഫ് അലക്സാണ്ടേഴ്സ് സക്സസസ്, influence of Alexander's invasion, the Lycavi kingdom, Ajatashatru's conflict with Lycavi, Alexander and India, the Mauryan Empire 321-289 BC, Chandragupta Maurya 320-300 BC. ഈ ടോപ്പിക്കുകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ, ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു. പ്രത്യേകിച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ദയവേത് ക്ഷമിക്കാം. പിന്നെ ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒരിക്കലും മറക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നേരിട്ട് പറയാൻ ടൈമില്ലാത്തതുകൊണ്ടാണ് ഈ രീതിക്ക് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ദയവേത് ശ്രദ്ധിക്കുക. ഈ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യില്ല, നേരിട്ട് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഈ വീഡിയോ നമ്മൾ രാത്രി എടുക്കണമെന്ന് നമ്മൾ വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ രാത്രി എടുക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് CCTക്ക് വേണ്ടി നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിരിക്കുന്നു ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. പിന്നെ ഞാൻ കുറേ വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനുണ്ട്. അതൊക്കെ അതിൻ്റേതായ രീതിയിൽ തന്നെ നമ്മൾ ഏറ്റവും പെർഫെക്റ്റായ രീതിയിൽ തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും. കൂടുതലും ഞാൻ നേരത്തെ പറഞ്ഞ് സൂചിപ്പിച്ച പോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ആണ് നമുക്ക് കൂടുതലും പ്രതീക്ഷയുള്ളത്. എന്ന് വെച്ചാൽ
സോങ്സ് മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോസൊക്കെ യൂട്യൂബിൽ സോങ്സ് മിക്സ് ചെയ്തിട്ട് ചെയ്യുന്ന വീഡിയോസ്. നമ്മുടെ സാധാരണ ക്ലാസ്സുകൾ എന്ന് വെച്ചാൽ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയാനാവില്ല. എന്തായാലും ടോട്ടലി പറയുകയാണെങ്കിൽ നമ്മൾ ഇതുവരെ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും ദയവേത് വാച്ച് ചെയ്യുക. ഇത്തിരി പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ് നമ്മൾ ഇത്തിരി ടൈം എടുത്തൊക്കെയാണ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്തു പറയുന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മളെ എൻ്റർടൈൻമെൻറ്റ് വീഡിയോ എന്ന് പറഞ്ഞ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഞാൻ ശരിക്കും എൻ്റെ ഒരു അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ ഹെഡ്ഫോൺ വെച്ച് വീഡിയോ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലൊരു വീഡിയോ ആണ്. നമുക്ക് മനസ്സിന് സാറ്റിസ്ഫാക്ഷനും അതുപോലെ തന്നെ സന്തോഷവും അതുപോലെ തന്നെ എനർജറ്റിക്കുമാണ് നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് ലഭിക്കുന്നതെന്ന് പറയാം. അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഞാനിപ്പോൾ എൻ്റെ വീഡിയോ അങ്ങനെ ഒരിക്കലും നമ്മൾ ഏറ്റവും എക്സലൻ്റ് ആയിട്ടോ ഔട്ട്സ്റ്റാൻഡിങ് ഉള്ള രീതിയിലൊന്നും പറയാറില്ല. പക്ഷേ ഈ എൻ്റർടൈൻമെൻറ്റ് വീഡിയോ നമുക്ക് പറയാതിരിക്കാനാവില്ല. കാരണം ഞാൻ ഇന്നലെ വീഡിയോ നമ്മൾ ഹെഡ്ഫോൺ വെച്ച് വാച്ച് ചെയ്തിരുന്നു. അപ്പോൾ വളരെ എന്താ പറയുക, എനിക്ക് ഒരുപാട് താല്പര്യമായി എന്ന് തന്നെ പറയാം. നമുക്ക് പറയാൻ വാക്കുകളില്ല. ഞാനിത് എന്താ പറയുക, നമ്മൾ ഇതുവരെ അപ്ലോഡ് ചെയ്തതിൽ ഏറ്റവും വാച്ച് ചെയ്യാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള വീഡിയോ ആണ്. കാരണം നമ്മൾ സാധാരണ ക്ലാസ് എടുക്കുന്ന വീഡിയോ ഒക്കെ എന്ന് വെച്ചാൽ നമുക്ക് അത്ര താല്പര്യമാവണമെന്നില്ല. നമ്മൾ വീഡിയോൻ്റെ സ്റ്റൈലും രീതികളൊക്കെ ചിലപ്പോൾ അത് ഇൻട്രസ്റ്റ് ചിലപ്പോൾ കുറവായിരിക്കും. പക്ഷേ ഇത് അങ്ങനെയല്ല. നിങ്ങൾ ദയവേത് വാച്ച് ചെയ്യുന്നത് എടുത്ത് പറയണമെങ്കിൽ അത്രയ്ക്കും ഉണ്ട്. ഞാൻ അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഞാൻ ഇന്നലെ വളരെയധികം കുറേ സമയം നമ്മൾ കേട്ടിരുന്നു. പിന്നെ നമ്മുടെ ഹെഡ്ഫോൺ ചാർജ് തീർന്നത് കൊണ്ട് നമുക്കത് പിന്നെ ഓഫ് ചെയ്യേണ്ടി വന്നു. ശരിക്കും ഹെഡ്ഫോൺ വെച്ച് കേട്ട് നോക്കുമ്പോഴാണ് അത് കൂടുതലും അതിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ള അതിൻ്റെ ഒരു ഫ്രഷ്നെസ്സോടുകൂടി നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം എന്തായാലും നിങ്ങൾ ഈ എൻ്റർടൈൻമെൻറ്റ് വീഡിയോ എന്തായാലും വാച്ച് ചെയ്യും എന്നതിനാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ടൈം എടുത്ത് ചെയ്തുകൊണ്ട് മാത്രമല്ല, ഇത് ശരിക്കും നിങ്ങൾ എക്സ്പീരിയൻസ് തന്നെ നിങ്ങൾക്ക് ലഭിക്കണം. എന്നാലേ അത് നമ്മൾ പറയുന്നത് കറക്റ്റാണെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. യാഥാർത്ഥ്യമായ കാര്യങ്ങൾ നമ്മൾ യാഥാർത്ഥ്യമായിട്ട് തന്നെ പറയണം. അതാണ് അതിൻ്റെ ഒരു ശരി. അതുകൊണ്ട് നമ്മൾ പറയണമെന്നുള്ളൂ. എന്തായാലും നമ്മൾ ഇനിയും ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട് ഈ എൻ്റർടൈൻമെൻറ്റ് വീഡിയോ എന്നുള്ള രീതിയിൽ. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇത് പറയുന്നത്. ഇനിയും ഞാൻ എന്തെങ്കിലും കുറേ വീഡിയോ കൂടി നമ്മൾ ഗാലറിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ നല്ല സോങ്സ് മിക്സ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോസൊക്കെ നിങ്ങൾ CSIT എന്നുള്ള രീതിയിലും നിങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തണം. കാരണം നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് രീതിയിൽ വേണമെങ്കിലും ഈ വീഡിയോ ഉപയോഗപ്പെടുത്താം. കാരണം ചിലതിൽ നമ്മൾ പോയിന്റ്സ് ആയിട്ടും നമ്മൾ അതിൽ ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അത് പിന്നെ ഒരുപാടൊന്നുമില്ല. എന്നാലും നമുക്ക് പഠിക്കുന്ന ഒരു രീതിക്ക് വേണ്ടിയും നമുക്കത് ഈ വീഡിയോ നമുക്ക് പ്രയോജനപ്പെടുത്താം എന്നുള്ള പ്രത്യേകതയും കൂടി ഉണ്ട്. ടൈം പാസ് മാത്രമല്ല. എന്തായാലും ഇതുവരെ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസിൽ വെച്ച് ഏറ്റവും പെർഫെക്റ്റും അതുപോലെ തന്നെ ഏറ്റവും വാല്യൂ ഉള്ളതും ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് തന്നെ നമ്മളിത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാണ്. അതുപോലെ തന്നെ CSITക്ക് ഏറ്റവും മോസ്റ്റ് പ്രിഫറൻസ് കൊടുത്തിട്ടും കൂടിയും അപ്ലോഡ് ചെയ്യാണ്. അപ്പം എന്തായാലും നിങ്ങളുടെ ദയവായിട്ടുള്ള സഹകരണമാണ് നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോന്. ലൈക്കും കാര്യങ്ങളൊന്നും ഞാൻ പറയില്ല. എന്തായാലും വീഡിയോ വാച്ച് ചെയ്യുക. അപ്പം നിങ്ങൾക്കത് മനസ്സിലാവും ഞാൻ പറഞ്ഞത് എന്തുമാത്രം എന്നുള്ളത്. ചെയ്തു പക്ഷെ നിങ്ങൾ ഇതുപോലെ സോങ്സ് മിക്സ് ചെയ്ത വീഡിയോസൊക്കെ ചിലപ്പം വാച്ച് ചെയ്യുന്നവരാകാം. അതുകൊണ്ട് ഇത് വലിയ കാര്യമാവണമെന്നില്ല. എന്തായാലും നമ്മൾക്കിത് കുറച്ച് ഇതിനെക്കുറിച്ച് ഇത്രയും നല്ല സെൻറ്റൻസും വേർഡ്സും പറഞ്ഞ് നമ്മളിത് ഫലിപ്പിക്കാൻ ശ്രമിച്ചാലും തെറ്റില്ല. കാരണം അത്ര നല്ല വീഡിയോ ആണ്. എന്തായാലും എനിക്ക് എന്തായാലും താല്പര്യമായി. ഇനിയിപ്പോൾ നിങ്ങളുടെ താല്പര്യമൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യം, നിങ്ങളുടെ ഇൻട്രസ്റ്റ്, അത് നിങ്ങളുടെ ഒരു താല്പര്യങ്ങളനുസരിച്ചായിരിക്കും. എന്തായാലും നമ്മൾ കുറേ വീഡിയോ എഡിറ്റർ യൂസ് ചെയ്തിട്ടാണ് ഈ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് യൂട്യൂബിൽ.
അപ്പം അത് ചിലതിൻ്റെയൊക്കെ നമ്മൾ ആ വീഡിയോയിൽ തന്നെ പേരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ചിലതല്ലാതെയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എഫക്ട്സും ഇതിൻ്റെ ഒപ്പം തന്നെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് യൂട്യൂബിൽ. സോങ്സും എഫക്ട്സും എല്ലാം യോജിച്ച ഒരു അവസ്ഥയിലാണ് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇനി ഒരുപാട് പറയുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നല്ലൊരു CCT എക്സാം എല്ലാവർക്കും ആശംസിക്കുകയാണ്. നല്ല വിജയകരമായിട്ടുള്ള CCT എക്സാം ഒക്കെ ജീവിതത്തിൽ നടക്കട്ടെ. എല്ലാവർക്കും ഹാവ് എ ഫാന്റാസ്റ്റിക് ഡേ ആൻഡ് ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.